റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേസ് ടു സക്സസിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എൻ്റെ കൂടെ ഇന്ന് പതിവ് പോലെ ജീവിത വിജയത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങൾ, പല വിഷയങ്ങളിൽ സംസാരിക്കാൻ, നമ്മുടെ അറിവിലേക്ക് നിറയ്ക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട മഹാദേവൻ പിള്ള സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ റേസ് ടു സക്സസിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക്. സ്വാഗതം സാർ. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളെല്ലാം ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, മാധ്യമം, ദി ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇത് മൂന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ വോക്സ് പോപ്പുലി എന്ന് പറയുന്ന, വോയിസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് മീഡിയ എന്നുള്ളത്, അല്ലെങ്കിൽ മാധ്യമം എന്നുള്ളത്. തുടക്കത്തിലൊക്കെ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടൊക്കെ വന്നിരുന്ന സ്ഥാനത്ത് നിന്ന് എത്രത്തോളം മാധ്യമങ്ങൾ മാറി എന്നതിലേക്കൊക്കെ ഇന്നത്തെ ചർച്ച പോകുന്നുണ്ട്. പക്ഷെ ആദ്യം തുടക്കത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട്. അച്ചടി മാധ്യമങ്ങൾ, ശ്രവ്യ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അങ്ങനെയുണ്ട്. മാധ്യമ സാന്ദ്രത എത്രത്തോളമാണ് സാർ ഉള്ളത്? അതിൽ നമ്മൾ മുന്നിലാണോ ശരിക്കും? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ സാന്ദ്രത ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ ദിനപത്രം തുടങ്ങിയത് കേരളത്തിലല്ല, ബംഗാളിലാണ്. പക്ഷേ അത് കഴിഞ്ഞ് തുടങ്ങിയത് കേരളത്തിലാണ്. എന്ന് മാത്രമല്ല, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോമിയോറി ഷിംബുൻ എന്ന് പറഞ്ഞ ജപ്പാൻ പത്രമാണ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇത്ര ജനസംഖ്യ കുറവുള്ള ജപ്പാനിൽ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം. പക്ഷെ രണ്ടാമത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മുടെ മലയാള മനോരമയായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള രണ്ടാമത്തെ പത്രം. പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യ ടേക്ക് ഓവർ ചെയ്യേണ്ടായി, രണ്ടാം സ്ഥാനത്തേക്ക് വരികയുണ്ടായി. പക്ഷേ ഇപ്പോഴും മലയാള മനോരമ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള 5 പത്രങ്ങളിലൊന്നാണ്, ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള 5 പത്രങ്ങളിലൊന്നാണ്. മനസ്സിലായില്ലേ? അത് റീജിയണൽ പത്രമാണെന്ന് ആലോചിക്കണം. ദേശീയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രം പോലെ എല്ലാ സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നില്ല, മലയാളികളുടെ ഉള്ളൂ. അതൊന്ന്. രണ്ടാമത്, നമുക്ക് എത്രയാ മാധ്യമങ്ങൾ. ഇപ്പം കേരളം മൊത്തം വായിക്കപ്പെടുന്ന 21 ദിനപത്രങ്ങളുണ്ട് കേരളത്തിൽ. 27 ചാനലുകളുണ്ട്, TV ചാനലുകൾ. 27, ഇപ്പോൾ 2 കൂടെ 29 TV ചാനലുകളുണ്ട്. ഈ ഓൺലൈൻ ന്യൂസ് തന്നെ ഏതാണ്ട് 23ഓളം ഉണ്ട്. ഓൺലൈൻ ന്യൂസ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഈ പത്രങ്ങളുടെ ധർമ്മം ഓൺലൈനായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ മറുനാടൻ മലയാളിയൊക്കെ പോലുള്ള കുറേ ഓൺലൈൻ ന്യൂസ് പേപ്പറുകളുണ്ട്. പിന്നെ വാരികകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കാരണം വായനക്കാർ കുറഞ്ഞുകൊണ്ടാണ്. വാരികകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100-ന് മേൽ വാരികകളുണ്ടായിരുന്നു. വളരെ പ്രചാരത്തിലുള്ള മാതൃഭൂമി, മാധ്യമം, മലയാള മനോരമ വാരികളൊക്കെ വളരെ പ്രചാരത്തിലുണ്ട്. എന്നാൽ പ്രചാരത്തിലധികം ഇല്ലാത്ത ഇഷ്ടം പോലെ. അപ്പോൾ പണ്ട് കാലത്ത് സാഹിത്യകാരന്മാരെല്ലാം വായിച്ചുകൊണ്ടിരുന്ന ഭാഷാഭൂഷണി തുടങ്ങി, അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ വാരികളും ഉണ്ടായിരുന്നു. പിന്നെ റേഡിയോ മോശമാണോ? നമുക്ക് 10 AM ചാനലുകൾ തന്നെ ഉണ്ട്, ആകാശവാണിയുടെ ചാനലുകൾ. അപ്പോൾ അഹില്യ റേഡിയോ പോലുള്ള കമ്മ്യൂണിറ്റി ചാനലുകൾ 11 ഉണ്ട്. ഇതൊന്നും കൂടാതെ മറ്റ് ഒരുപാട് ഭാഷകളിലുള്ളത് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റ് ഭാഷകളിലുള്ളതിൻ്റെയൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത കേരളം ഒരു മാധ്യമ അവിയൽ എന്ന് പറയാം. നമുക്ക് ഒന്നിനും ഒരു ക്ഷാമവും ഓവർലോഡാണ് ഇപ്പോൾ ചാനലുകൾ. പിന്നെ ഇന്ത്യയിലെ മൊത്തം ഹിന്ദിയിൽ ഒരുപാട് ചാനലുണ്ട്, കാരണം അത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. പക്ഷേ വെറും 3.5 കോടിയിൽ താഴെ ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിന്റെ കഥയാണ് ഈ പറഞ്ഞത്. ഇവിടെ ഇത്രയുണ്ട്. തീർച്ചയായിട്ടും അതാണ് മാധ്യമങ്ങൾ എത്രത്തോളമാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മാധ്യമ ഡെൻസിറ്റി അല്ലേ എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങൾക്ക് ശരിക്കും സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടാവണം എന്നുണ്ട് അല്ലേ? എത്രത്തോളമാണ് സാർ ഈ സേവനത്തിൽ മാധ്യമങ്ങൾ മുന്നിലുള്ളത്? പണ്ടൊക്കെ ഈ മാധ്യമങ്ങളുടെ ഒരു ഉദ്ദേശം ഈ സ്വോദ്ദേശകമായി മാത്രമായിരുന്നു, സാമൂഹ്യ സേവനം എന്ന് മാത്രമായിരുന്നു അന്നൊക്കെ മാധ്യമങ്ങളുടെ ഒരു. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ പത്രപ്രവർത്തനവും അതുപോലെ വാരിക പ്രിൻ്റ് ചെയ്യുന്നതൊക്കെ അപകടം പിടിച്ച പണിയായിരുന്നു. കാരണം രാജഭരണകാലത്താണെങ്കിൽ ഏത് സമയത്താണ് രാജാവിൻ്റെ കിങ്കരന്മാരത്ത് വന്ന് പേടിച്ചു വേണമായിരുന്നു ഇത് ചെയ്യാൻ. ബ്രിട്ടീഷ് രാജ്യകാലത്തായിരുന്നെങ്കിൽ ഭരണകൂടം ഏത് സമയത്ത് ഇതിനെ അടിച്ചമർത്തും, അതിൻ്റെ ഉടമസ്ഥരെ ഏത് കാലത്ത് ജയിലിലടയ്ക്കുന്നു പേടിയുണ്ടായിരുന്നു. ഇപ്പം മാധ്യമങ്ങളും സംഘടിതരാണ്. എന്ന് മാത്രമല്ല, അന്ന് കാലത്ത് ഇതൊരു സേവനം എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹിക ബാധ്യത എന്നുള്ള നിലയ്ക്കാണ് കൂടുതലെടുത്തിരുന്നത്, ഒരു ബിസിനസ് ആയിരുന്നില്ല. ഇപ്പം ഈ പറഞ്ഞതെല്ലാം ബിസിനസ്സാണ്. എല്ലാ ദൃശ്യശ്രാവ്യ പ്രിന്റ് മാധ്യമങ്ങളെല്ലാം തന്നെ, അച്ചടി മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ബിസിനസ്സാണ്. കാരണം
ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ ബാംഗ്ലൂരിൽ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പൈസ കൊടുക്കണ്ടായിരുന്നു, എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് എത്തുമായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വിലയിട്ടാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും വരുന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, എന്തിനതിന് പൈസ വാങ്ങിക്കുന്നത്, പത്രം ഫ്രീ ആയിട്ട് കൊടുക്കുക, ഈ പരസ്യം എത്തിയാൽ മതിയല്ലോ വീടുകളിൽ. അങ്ങനെ കുറേ കാലം ആ പത്രം ഫ്രീ ആയിട്ട് വീടുകളിൽ എത്തുമായിരുന്നു. ഇപ്പോഴുണ്ടോയെന്ന് എനിക്ക് കൃത്യം അറിയില്ല, മുമ്പുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ആ രീതിയിലേക്ക് വരുമാനം കൂടിയിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് അത് മാറിയിട്ടുണ്ടാകും. കോവിഡ് കാലത്ത് ഞാനൊരു സ്റ്റഡി നടത്തുകയുണ്ടായി. എന്ന് വെച്ചാൽ നമ്മൾ ധാരാളം പരസ്യങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ കോവിഡ് കാലത്ത് ഈ പത്രങ്ങളുടെ റീച്ചിനെ കുറിച്ച് ഞാനൊരു പരസ്യം ഒരു പഠനം നടത്തിയപ്പോൾ കോവിഡ് കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പത്രങ്ങളൊന്നും വായിക്കുന്നില്ല എന്ന് മനസ്സിലായി. നമ്മൾ കൊടുത്ത അഡ്വർടൈസ്മെൻ്റ് ഒന്നും എവിടെയും ക്ലിക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് നിർത്തി. അന്ന് വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയ, അത് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സോഷ്യൽ മീഡിയയ്ക്ക് ലിമിറ്റില്ല. 100 കണക്കിന് സോഷ്യൽ മീഡിയ, അത് എല്ലാ ഭാഷകളിലും ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രചാരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇന്ന് മീഡിയയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ മുമ്പ് കാലത്ത് വളരെ ശക്തമായിരുന്ന ഫേസ്ബുക്ക്, അതുപോലെ ഇപ്പം വിദ്യാർത്ഥികളുടെ ഇടയിലും അക്കാഡമിഷ്യൻസിൻ്റെ ഇടയിലും വളരെ പോപ്പുലറാണ് ലിങ്ക്ഡിൻ, അതുപോലെ ഇൻസ്റ്റാഗ്രാം സമയം കളയാൻ വേണ്ടി ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാമാണ്. പിന്നെ ഏറ്റവും ഉപയോഗമായ ഒരു സോഷ്യൽ മീഡിയ വാട്സാപ്പാണ്. മുമ്പൊക്കെ വാട്സാപ്പിന് 256 എന്നുള്ള ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വാട്സാപ്പിന് പരിമിതിയില്ല. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ 1000-10,000 ആളുകളെ നമുക്ക് അതിൽ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് ഏറ്റവും ഉപയോഗമുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വാട്സാപ്പ് തന്നെയാണ് ഏറ്റവും ഉപയോഗപ്പെടുന്നത്. കാരണം ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല പർപ്പസിന്, അക്കാഡമിക് പർപ്പസിന്, ലിറ്റററി പർപ്പസിന്, ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ. വാട്സാപ്പ് ചെയ്യുന്നൊരു വലിയ സേവനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം പേരൊക്കെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇന്നും സാമൂഹ്യ സ്വാധീനം വളരെ ശക്തമാണ്. പിന്നെ ഈ മാധ്യമങ്ങൾ ഇന്ന് ചെയ്യുന്നത് സാമൂഹ്യ സേവനം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് രണ്ടും കൂടെ ചെയ്യുന്നത്. ഇന്ന് സാമൂഹ്യ സേവനം മാത്രം ചെയ്യുന്നത് ഒന്നുമില്ല, എല്ലാം സാമൂഹ്യ സേവനവും ഒരു ബിസിനസ്സും കൂടെയാണ്. ഇനി ബിസിനസ് ചെയ്യാത്ത ചില മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് പോലെയുള്ള മാധ്യമങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല, പക്ഷെ അവർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ബേസായി കഴിയുമ്പോൾ അവർക്കതൊരു മോണോപ്പൊളിയായി മാറും. പിന്നെ അവരില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ അവർ തീർച്ചയായിട്ടും പരസ്യത്തിലേക്ക് ഇറങ്ങും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സാറ് ടൈംസ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് നമുക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ തരുമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പത്രമാണോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഫ്രണ്ട് പേജിലൊക്കെ ആദ്യത്തെ ആ ഒരു 2 പേജസ് എനിക്ക് തോന്നുന്നു ഒഴിവാക്കി ഇട്ടിരിക്കുകയാണെന്ന്. ഈ വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതാണ് സാമൂഹ്യ സേവനവും ഒരു ബിസിനസ്സായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതും ചോദ്യമാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ സാർ? അപ്പോൾ അടുത്തൊരു ചോദ്യം എന്നുള്ളത്, സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ മാധ്യമങ്ങൾ നിരവധി പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം, നമ്മൾ ആ ഒരു ചരിത്രത്തിലൂടെ പോകുന്ന സമയത്ത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വികസനം കൊണ്ടുവരുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും മാധ്യമങ്ങൾക്കുള്ള ആ ഒരു പങ്ക് എത്രത്തോളമാണ്, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റിൽ? ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ചതിൽ വളരെ സ്വാധീനം ചെലുത്തിയ ചില പത്രങ്ങളുണ്ട്. ആനന്ദ് ബസാർ പത്രിക, നവജീവൻ, ഹരിജൻ, ഈ പത്രങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാല പടർത്തിയത് ഈ പത്രങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഈ ടിവിയും റേഡിയോയും ടെലിവിഷനൊന്നും അത്ര ശക്തമല്ലല്ലോ. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിൽ മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങളും അതിൽ സജീവ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേസരി തുടങ്ങിയ പത്രങ്ങളൊക്കെ സജീവ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ ഊട്ടി വളർത്തുന്നതിൽ, കാരണം അന്ന് ആളുകൾക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വരണമെങ്കിൽ 4 ദിവസം മെനക്കെട്ടലേ എന്ന് വരാൻ പറ്റുള്ളൂ. പക്ഷെ പത്രങ്ങൾ പ്രാദേശികമായിട്ട് അന്നും ഈ ടെലിപ്രിൻ്റർ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പോലെ ഇത്ര ഫാസ്റ്റ് അല്ലെങ്കിലും ടെലിപ്രിൻ്ററൊക്കെ വളരെ കാലമായിട്ട് നിലവിലുണ്ട്. അതിനു മുമ്പ് മോഴ്സ് കോഡ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് പോലെ തന്നെ മോഴ്സ് കോഡ് ഉപയോഗിച്ച് വാർത്ത സബ്മിറ്റ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. പിന്നീട് മോഴ്സ് കോഡ് ഉപയോഗിച്ച് ടെലഗ്രാം ചെയ്യുന്ന സംവിധാനം വന്നു. അപ്പോൾ ഇതൊക്കെ നിലവിലുള്ളതുകൊണ്ട് വാർത്ത അന്ന് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൽ ഇന്ന് നടക്കുന്ന കാര്യം നാളെ ഇന്ത്യയിലെ പത്രത്തിൽ വായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ പത്രങ്ങൾക്ക് അന്ന് അങ്ങനൊരു സൗകര്യമുണ്ട്. വേറെ ഒരു മാധ്യമത്തിനും അന്ന് ആ സൗകര്യമില്ല. ടെലിപ്രിൻ്റർ സൗകര്യമൊക്കെ പത്രങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഈ പത്രമാധ്യമങ്ങളൊന്നും സാമൂഹ്യ സേവന താല്പര്യങ്ങളെക്കാൾ എങ്ങനെ ആളുകളെ ആകർഷിക്കാമെന്നുള്ളത്, ബ്രേക്കിംഗ് ന്യൂസ് എങ്ങനെ കൊടുക്കാൻ പറ്റും,
ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ് എങ്ങനെ കൊടുക്കാൻ പറ്റും? പലതും കള്ളമാണ്, ശുദ്ധ കള്ളമാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു എലി പോകുമ്പോൾ അതിൻ്റെ വാല് കണ്ടു കഴിഞ്ഞാൽ വാല് കണ്ടു പുലിയാണെന്ന് സംശയം എന്നായിരിക്കും തലക്കെട്ട് വരിക. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദേശീയ ബോധത്തെക്കാൾ കൂടുതലായിട്ട്, പിന്നെ ഒരു കാര്യമുണ്ട്, അന്നൊക്കെ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നവർ അതിനോട് അത്രമാത്രം, കാരണം അന്ന് പത്രപ്രവർത്തനം വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ആയിരുന്നില്ല, ഒരുപാട് കഷ്ടതകൾ സഹിച്ച് ചെയ്തിരുന്ന ഒരു ജോലിയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ജേർണലിസത്തിലോ മാസ് മീഡിയയിലോ ഏതെങ്കിലും ഒരു ഡിഗ്രിയൊക്കെ എടുത്തു വരുന്നവർ അവർ സ്വമേധയാ അങ്ങ് പത്രപ്രവർത്തനത്തിലേക്ക് എത്തുകയാണ്. അവർക്ക് പത്രപ്രവർത്തനത്തിനുള്ള താല്പര്യമുണ്ടോ, അതിനുള്ള അറിവുണ്ടോ, അതിനുള്ള ഭാഷയുണ്ടോ, ഇതൊന്നും എവിടെയും പരിശോധിക്കപ്പെടുന്നില്ല. പലപ്പോഴും ചില TV റിപ്പോർട്ടർമാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നു. കാരണം അവർക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ചേർന്നു അതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് വരുന്നതാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ റേഡിയോയിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊക്കെ കൂടെ പരിശോധിക്കണം. ജേർണലിസം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയയിലേക്ക് വരുമ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് എവിടെയും അളക്കപ്പെടുന്നില്ല. അപ്പോൾ അത് ആ ഒരു വ്യത്യാസം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓരോ പൗരന്മാരും ജേർണലിസ്റ്റുകളാകുന്ന ഒരു സമൂഹം കൂടിയാണ്. ലൈക്ക് പിന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങിലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പിന്നെ സ്വയമേ നമുക്ക് ഇരുന്ന് ഇപ്പോൾ ലൈവ് പോയാൽ തന്നെ എല്ലാവരിലേക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും. ഈ മുമ്പ് തന്നെ ചില പത്രങ്ങളൊക്കെ സിറ്റിസൺ ജേർണലിസം എന്നൊരു സിസ്റ്റം തുടങ്ങിയിരുന്നു. പത്രത്തിൽ വാർത്ത നാട്ടുകാർക്ക് കൊടുക്കാം, നാട്ടുകാർ സ്വദേശി ലേഖകന്മാരെ അവരുപയോഗിക്കും, അവരിൽ നിന്ന് വാർത്ത കളക്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതൊരു വലിയ നേട്ടമാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കതിലൊരു കമൻറ്റ് ഇടണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാം. ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആവർത്തിച്ച് പലരിലേക്കും എത്തും. ചിലപ്പോൾ അത് ഗുണം ചെയ്യും. എനിക്കത് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിടുന്ന ഒരു കമൻറ്റ് ചിലപ്പോൾ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പലർക്കും ഗുണം ചെയ്യും. ചില കമൻറ്റുകൾ ആരും മൈൻഡ് ചെയ്യില്ല, ചില കമൻറ്റുകൾ അങ്ങനെയല്ല. ഇപ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കമൻ്റ് ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. അത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. മുമ്പ് അങ്ങനെയല്ല. നമ്മളൊരു വാർത്ത കൊടുത്താൽ അല്ലെങ്കിൽ നമ്മളൊരു ലേഖനം കൊടുത്താൽ പത്രക്കാരന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് വെളിച്ചം കാണുള്ളൂ. ഇപ്പോൾ വെളിച്ചം കാണാൻ ആരുടെയും സഹായം വേണ്ട. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ടെങ്കിൽ ആളുകൾ അത് ഏറ്റെടുത്തോളും, ഗുണമില്ലെങ്കിൽ. പക്ഷെ അപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാൻമാർഗികമായ പോസ്റ്റിങ്ങുകളാണ് കൂടുതൽ പേര് ഏറ്റെടുക്കുന്നത്. ലോകോപകാരപ്രദമായ മനുഷ്യന് ഗുണകരമായ പോസ്റ്റുകൾ വളരെ കുറച്ചുപേരെ ഏറ്റെടുക്കുന്നുള്ളൂ. അത് പിന്നെ സമൂഹത്തിന്റെ ഒരു നേച്ചറാണത്. എന്നാലും കുറെ പേരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ നല്ലൊരു കാര്യം ഇപ്പം തന്നെ നോക്കൂ, ഒരു റേഡിയോ, ഞാൻ ഈ റേഡിയോയിൽ വരുന്ന ഇവിടുത്തെ റെക്കോർഡ് ചെയ്യുന്ന എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്, യൂട്യൂബിൽ. ഞാൻ ശ്രദ്ധിച്ചത് വളരെ ഗഹനമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണെങ്കിൽ അതൊരു 100 പേരോ 200 പേരോ കാണുകയുള്ളൂ. വളരെ സില്ലിയായിട്ടുള്ള വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ 500 പേരൊക്കെ കാണും ചിലപ്പോൾ. അത് മനസ്സിലായി, ചിലപ്പോൾ അതിൽ കൂടുതലും കാണും. അതുകൊണ്ട് ആളുകളുടെ സെലക്ടിവിറ്റി വളരെ പ്രധാനമാണ്. അവർക്ക് വിജ്ഞാനം വേണ്ടവർ വളരെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ, മറിച്ച് എന്റർടൈൻമെന്റ് വേണ്ടവരാണ് കൂടുതൽ. അത് ഈ മാധ്യമ പ്രവർത്തകർക്ക്. അതുകൊണ്ട് ഇപ്പൊ മിക്ക മാധ്യമങ്ങളും എന്റർടൈൻമെന്റ്, ന്യൂസ് മീഡിയയിൽ പോലും, ന്യൂസ് ചാനലിൽ പോലും എന്റർടൈൻമെന്റ് ആസ്പെക്ട് കൂടുകയാണ്. ചിലപ്പോൾ രാവിലെ ഞാനിങ്ങനെ ചാനൽ മാറ്റി വെച്ച് നോക്കാറുണ്ട്. ചില ചാനൽ വെക്കുമ്പോൾ അവരുടെ സെൽഫ് പ്രൊജക്ഷൻ, അവരുടെ എന്റർടൈൻമെന്റ് ഡീൽസ്, ഇതൊക്കെ കൂടുതൽ കാണുമ്പോൾ ഞാൻ ചാനൽ മാറ്റും. കാരണം ന്യൂസ് ചാനൽ ഞാൻ വെക്കുന്നത് എന്തിനു വേണ്ടി? എനിക്ക് ന്യൂസ് കാണാനാണ്. എനിക്ക് എന്റർടൈൻമെന്റ് ആണ് വേണമെങ്കിൽ എന്റർടൈൻമെന്റ് ചാനൽ വേറെയുണ്ട്. അപ്പോൾ അതിനോട് നീതി പുലർത്തുന്നില്ല. ഇപ്പോൾ അഹല്യ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷിയെ കുറിച്ചുള്ളതും അതുപോലെ കൾച്ചേഴ്സിനെ കുറിച്ചുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഈ പ്രോഗ്രാം കൂടി, ഇതും ഒരു കമ്മ്യൂണിറ്റി റേഡിയോയുടെ ധർമ്മമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, എഡ്യൂക്കേഷനാണ്, മനസ്സിലായല്ലേ? എന്നാൽ ആ ധർമ്മം ഒരു മാധ്യമം പാലിക്കാതെ അതിനില്ലാത്ത ധർമ്മങ്ങൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഒരു വർത്തമാന പത്രം വർത്തമാനമാണ് എത്തിക്കേണ്ടത്, അല്ലാതെ ഗോസിപ്പുകളല്ല എത്തിക്കേണ്ടത്. പക്ഷെ ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതും മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുമ്പോഴും അവർക്ക് ആ ഒരു റാഷണാലിറ്റിയിൽ പോലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റർടൈൻമെന്റ് ആണ് അവർക്ക് മുഖ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം, അല്ലേ സാർ? അതുകൊണ്ടാണ് ആളുകൾ സെലക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് പണ്ടൊക്കെ എത്ര പേര് പത്രം വായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5-10 പേരെങ്കിലും കൈവെക്കുമായിരുന്നു. ഞാൻ അടുത്ത കാലത്ത് 2 ബാച്ച് കുട്ടികളോട് ചോദിക്കുക, എത്ര പേര് പത്രം വായിക്കാറുണ്ട്? ഒന്ന് ഞാൻ 150 പേരുള്ള ഒരു ബാച്ചിലാണ് വെച്ചത്. ഒരാളും പത്രം വായിക്കുന്നില്ല. 150 പേരെ ഒന്നിച്ച് വെച്ച് ഞാനൊരു വിഷയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പോലും പത്രം വായിക്കുന്നില്ല. എന്നാൽ ഞാൻ സ്കൂളിൽ ഒരിടത്ത് പോയപ്പോൾ ഒരു 60 പേരുള്ള ഒരു ബാച്ചിനോട് എത്ര പേര് പത്രം വായിക്കുന്നു ചോദിച്ചപ്പോൾ 5 പേര് പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ കോളേജിലെ ഒരു കുട്ടി പോലും
പത്രം വായിക്കുന്നില്ല. സ്കൂളിലെ ആ ഒരു ക്ലാസ്സിലെ 5 പേര് പത്രം വായിക്കുന്നില്ല. അപ്പോൾ പത്രത്തോടുള്ള സമീപനം മാറിയിരിക്കുന്നു. ഇനി റേഡിയോ തന്നെ, ഏറ്റവും കൂടുതൽ റേഡിയോ കേൾക്കുന്ന ആരാണ്? വീട്ടിലിരിക്കുന്നവരല്ല. ഏറ്റവും കൂടുതൽ റേഡിയോ കേൾക്കുന്നവർ യാത്ര ചെയ്യുന്നവരാണ്. കാരണം ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ റേഡിയോ ഉണ്ടെങ്കിൽ അവർ വെച്ച് കേൾക്കും. അതുകൊണ്ട് നമ്മുടെ റേഡിയോയ്ക്ക് അതൊരു പാഠമാണ്. വളരെ കുറച്ച് പേരെ വീട്ടിൽ ഇരുന്നുകൊണ്ട് റേഡിയോ, അത് പിന്നെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാവും, റേഡിയോ കേൾക്കണം എന്ന് പറഞ്ഞ് രാവിലെ. ഏറ്റവും കൂടുതൽ റേഡിയോ കേൾക്കുന്നവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, ചായക്കടയിൽ ഇരിക്കുന്നവർ, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ റേഡിയോ. വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരു 10-20% പേരെ വരൂ. പണ്ട് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ വീട്ടിലിരുന്ന് റേഡിയോ കേൾക്കുന്നവരുടെ എണ്ണം ഒരു 80% ഉണ്ടായിരുന്നു. കാരണം അന്ന് മറ്റു മാധ്യമങ്ങളില്ല. അന്ന് രാവിലെ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് പകരം TV ആണ് ഓൺ ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ TV ഓൺ ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം ചെയ്യുക. കാരണം അപ്പോൾ ഇടയ്ക്ക് നോക്കുകയും ചെയ്യാം, ഇടയ്ക്ക് കേൾക്കുകയും ചെയ്യാം. കുറച്ച് കാറിൽ വരുന്ന സമയത്ത് റേഡിയോ വെക്കും. കാരണം കേട്ടുകൊണ്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു ഈ മാധ്യമങ്ങളെ ആസ്വദിക്കുന്ന രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന റേഡിയോ ആണെന്ന് കേട്ടത്. കാരണം അവർ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ട് പോകും. നമുക്ക് ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്, പുറമേ നിന്നുള്ള ലിസണേഴ്സ് ആണ് കൂടുതലും. പിന്നിപ്പോ FM റേഡിയോ ലോകം മുഴുവൻ കേൾക്കാമല്ലോ, ഇന്റർനെറ്റ് വഴി. ഡേറ്റ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. മുമ്പ് അത് പറ്റില്ലായിരുന്നു. മുമ്പ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംപ്രേഷണം നടക്കുന്ന ഒരു ചാനൽ, റേഡിയോ ചാനൽ മാക്സിമം കരുനാപ്പള്ളി വരെ കിട്ടുള്ളായിരുന്നു. ഇപ്പം പാലക്കാട് നടക്കുന്ന ലോകം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഹല്യയുടെ ഈ ഇന്റർനെറ്റ് ലിങ്ക് എല്ലാവർക്കും, അഹല്യ FM എന്നുള്ള ഇന്റർനെറ്റ് ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. കാരണം ലോകത്ത് പല ഭാഗങ്ങളിലിരുന്നുകൊണ്ട് അവർക്കത് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് സൗകര്യം. തീർച്ചയായിട്ടും അങ്ങനെ. പിന്നെ എവല്യൂഷൻ ആണല്ലോ ഇത്, ഇങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു 4ാമത്തെ എസ്റ്റേറ്റ് എന്നുള്ളത് മാധ്യമങ്ങളാണ് എന്നുള്ളത്. അത് ശരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴും നട്ടലുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. എണ്ണത്തിൽ കുറവാണ്, മജോറിറ്റി അല്ല, അവരൊരു മൈനോറിറ്റിയാണ്. ഒരു മൈനോറിറ്റി ആണെങ്കിൽ ഇപ്പോഴും ആടിനെ പട്ടിയാക്കാത്ത മാധ്യമപ്രവർത്തകരുണ്ട്. അതാ ഞാൻ പറഞ്ഞ നട്ടലുള്ളവർ. അവർ എഴുന്നേറ്റ് നിന്ന് സധൈര്യം രാജാവ് നഗ്നനാണെന്ന് പറയാൻ കഴിവുള്ളവർ ഇപ്പോഴും ഉണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഒരു നന്മയായിരിക്കും. അതുള്ളത് കൊണ്ട് ഇപ്പോഴും മാധ്യമപ്രവർത്തനത്തിൽ ഒരു നന്മയുടെ അംശമുണ്ട്. പലപ്പോഴും ഈ ഇപ്പോൾ ഗീബൽസിൻ്റെ ഒരു തന്ത്രമുണ്ട്. ഹിറ്റ്ലറുടെ ഒരു മിനിസ്റ്ററായിരുന്നു ഗീബൽസ്. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന മിനിസ്റ്ററായിരുന്നു. ഗീബൽസിൻ്റെ ഒരു തിയറിയുണ്ട്, ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ സത്യമായിട്ട് അംഗീകരിക്കുന്നു. പലപ്പോഴും മാധ്യമങ്ങൾ ചെയ്യാറുള്ള അതാണ്. ഈ മാധ്യമ യുദ്ധങ്ങൾ നടക്കാറുണ്ട്. ഒരു ചാനൽ, ഒരു TV ചാനൽ വേറൊരു ചാനലുമായിട്ട്, ഒരു പത്രം മറ്റൊരു പത്രമായിട്ട്, ഇവർ രണ്ടുപേരും അവരെക്കുറിച്ച് ഒരുപാട് കള്ളങ്ങൾ എഴുതി വിടും. മനസ്സിലായില്ലേ? പക്ഷേ ഇടയ്ക്ക് ഞാൻ കാണാറുള്ള ചില മാധ്യമപ്രവർത്തകർ, അവർ വളരെ സ്ട്രോങ് ആയി സ്വന്തം അപകടങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ വളരെ ശക്തമായി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ ചില മാധ്യമപ്രവർത്തകരുണ്ട്. അവർ നമ്മുടെ നാടിൻ്റെ ഒരു നന്മയാണ്. ആ ഒരു വംശം കുറ്റിയേറ്റ് പോയിട്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇനിയും പലപ്പോഴും കറക്റ്റീവ് ഫോഴ്സസ് ആകുന്ന മാധ്യമങ്ങളാണ്. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയക്കാർ പലരും ആടി ഉലയുമ്പോഴും ഈ മാധ്യമപ്രവർത്തകർ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കാറുണ്ട്. കുറവാണെന്ന് മാത്രം. ഇപ്പോൾ ഒരു 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആളെ ഉണ്ടാവുള്ളൂ. അത് മതിയല്ലോ. ഇപ്പോൾ 100 കോഴി കരക്കാടാന്ന് പറയുന്ന പോലെ കുറച്ച് മതി. ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാകണം. അത് പല രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ കൊല്ലപ്പെടാറുണ്ട്, ചിലപ്പോൾ ആക്രമിക്കപ്പെടാറുണ്ട്. പക്ഷേ അവർ നാടിൻ്റെ നന്മയാണ്. സത്യസന്ധമായി യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയാൻ കഴിയുന്നത് അത് ഏത് മാധ്യമമായാലും, ദൃശ്യമാധ്യമമായാലും ശ്രവ്യ മാധ്യമമായാലും, അവരെ കാണാനും കേൾക്കാനും ആളുകളുണ്ടാവും. അപ്പോൾ അഭിരാമിയും ഭാവിയിൽ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയിലും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു എന്താണ്, ഒരു ന്യൂനപക്ഷമായിരിക്കും, പക്ഷെ സാരമില്ല. അതെ. നമ്മളെപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലെ? ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഈ നട്ടിലുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ജീവിതത്തിലും തൊഴിലിലും ഒക്കെ. നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ നിലകൊണ്ടാലും, നമ്മൾ സത്യസന്ധമായി നിലകൊണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിരോധം ഉണ്ടാവും. കാരണം നാട്ടിൻ്റെ നടപ്പങ്ങനെയല്ല. ഇപ്പോൾ ഒഴുക്കിൽ നിന്നു കൊടുക്കുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളും. പക്ഷേ ഒഴുക്കിനെതിരെ മീൻ ചെയ്യുന്നതാണ്. മത്സ്യം ഒരിക്കലും ഒഴുക്കിൽ നിന്ന് കൊടുക്കാറില്ല, അത് ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത്. അതുകൊണ്ട് താഴേന്ന് മുകളോട്ടാണ് മത്സ്യം എപ്പോഴും നീന്തുന്നത്. അതേ പോളിസി എടുക്കുന്നവർക്ക് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ വലിയ
ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ഒരു ജീവിത യാത്രയായിട്ട്, ജീവിത സന്ദേശമായിട്ട് എടുക്കുന്ന എല്ലാ മേഖലകളിലുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, മാധ്യമ പ്രവർത്തനത്തിലുണ്ട്, എല്ലാ മേഖലകളിലും, ബിസിനസ്സിലുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അവർ വളരെ ഒരു അപൂർവ ജീവികളാണെന്ന് മാത്രം. പക്ഷേ അവരെ ലോകം പിന്നീടേ മനസ്സിലാക്കുള്ളൂ. അവർ ഒരുപക്ഷെ അവരുടെ ജീവിതകാലത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ അവർ പ്രവാചകരാണ്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ നമുക്ക് ഭാവിയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കാം. ഇനി ചോദിക്കാനുള്ളത്, നമുക്കറിയാം മാധ്യമങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെടുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതും അത് വലിയൊരു വാക്തർക്കത്തിലേക്കും അതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാറുണ്ട്. ശരിക്കും നമ്മുടെ മനുഷ്യന്മാരുടെ മൊത്തത്തിലുള്ള ഒരു സമാധാന സ്വൈര്യ ജീവിതത്തെ അത് ബാധിക്കാറുണ്ടോ? ഈ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി അത് വളരെ കൂടുതലാണ്. എനിക്ക് തന്നെ പല സ്വകാര്യ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ, ഇപ്പം ഞാൻ കുറേ കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. തൊട്ടനും പിടിച്ചനും ഒക്കെ ഒരു TV ക്യാമറയായിട്ട് ഓടി വരും. അപ്പോൾ എന്തെങ്കിലും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് വാർത്ത വരുമ്പോഴത്തേക്ക് അതിനെ വളച്ചൊടിച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ അത് വന്നു വരും. അപ്പോൾ അത് ചെയ്യുന്ന തെറ്റാണ്. മാധ്യമങ്ങൾക്ക് ഈ കുപ്രചരണം തെറ്റാണ്. സത്യസന്ധമായിട്ട് എന്തിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിലും ഈ അരുവ് മൂലം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു വാല് കണ്ടു കഴിഞ്ഞാൽ അത് പുലിയാണെന്ന് പറയുന്ന പോലെ അത് എലിയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ആക്കുന്ന ഒരു പ്രവണത തെറ്റാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ആ ഒരു ഗുണം ഉണ്ടാകണം. ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ, അതുപോലെ ഏത് കാര്യത്തിനും രണ്ട് വശം ഉണ്ടാവും. ഒരു മാധ്യമ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു വശം മാത്രം കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും രണ്ട് വശവും മനസ്സിലാക്കിയിട്ട് അത് മാധ്യമപ്രവർത്തകർ ഡീൽ ചെയ്യണം. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. അത് ദൃശ്യമാധ്യമത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം അവർക്ക് ധൃതിയാണ്. മറ്റൊരാൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇത് എങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആക്കാം. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പോയ പിക്ചർ കിട്ടിയില്ലെങ്കിൽ അവർ പോയ കാറിൻ്റെ ടയറിൻ്റെ ഫോട്ടോയെങ്കിലും കാണിച്ചിട്ട് അവർ പോയി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ എത്തുകയാണ്. അത് മാറ്റണം. സംയമനം എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. കാരണം ഈ തെറ്റും ശരിയുമൊക്കെ വളരെ ആപേക്ഷികമാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് തെറ്റും ശരിയും ക്ഷിപ്രമായിട്ട് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. മറിച്ച് അച്ചടി മാധ്യമങ്ങളിൽ അത് കാണാറുണ്ട്. ഇപ്പോൾ അച്ചടി മാധ്യമങ്ങൾ ഈ വാർത്ത വരുന്നതിന് മുമ്പ് അവർക്കൊരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. ഡെസ്കിൽ വാർത്ത എത്തുന്നു, വാർത്ത അവർ വായിക്കുന്നു, അത് ചെക്ക് ചെയ്യാനുള്ള ക്രോസ്. ഇപ്പോൾ പലപ്പോഴും പത്രക്കാർ വിളിക്കാറുണ്ട് ചില കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി. അതൊരു ക്രോസ് ചെക്കിംഗ് ആണ്. അതൊന്നും ദൃശ്യമാധ്യമത്തിൽ വരുന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ക്യാമറയും കൊണ്ട് ഓടുകയാണ്. അത് റിയലിസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല. ഈ ക്യാമറയിൽ കാണുന്നത് പോട്ടെ, മറിച്ച് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ചിലപ്പം ഇളിഭ്യരായിട്ട് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർ പറഞ്ഞതായിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും ചിലപ്പം ഇഷ്യൂ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണത്. ഈ മാധ്യമപ്രവർത്തകരെ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു പരിശീലനം കൂടെ കൊടുക്കേണ്ടതാണ്. അതൊരുപക്ഷെ ജേർണലിസത്തിൽ അവർക്ക് ആ പരിശീലനം കിട്ടാഞ്ഞിട്ടായിരിക്കും. അവർ എല്ലായിടത്തും മത്സരമാണല്ലോ, ആര് മുന്നിൽ, ഞാൻ ആദ്യം എന്നുള്ള രീതിയിൽ ഓടുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് മാറ്റണം. തീർച്ചയായിട്ടും. എനിക്കൊന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ടും ഈ ഒരു എത്തിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പഠിപ്പിച്ചു വിടുന്നത്. പക്ഷേ ചെല്ലുന്ന മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഡെമോക്രസി അത് കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. തീർച്ചയായിട്ടും അല്ലേ സാർ? തീർച്ചയായിട്ടും വലിയ പങ്കാണ്. ഇന്ത്യയിലെ ഡെമോക്രസി കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അന്ന് ഞാൻ കണ്ടത് ഈ അടിയന്തരാവസ്ഥയിൽ ഇത്രയും കൂടുതൽ, അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത്രയും കർശനമായ പല നിബന്ധനകളുണ്ടായിട്ടും അന്ന് നമ്മുടെ മാധ്യമങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു അത്. മാധ്യമങ്ങൾ പ്രതികരിച്ചു. ആ പ്രതികരണങ്ങൾക്ക് ഗുണമുണ്ടായി. അത് കഴിഞ്ഞ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയോട് പിന്നീട് വന്ന ഭരണകൂടം മോശമായിട്ട് പെരുമാറിയപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പ്രതികരിച്ചു. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയെ വളരെ രഹസ്യമായി ഡൽഹിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയപ്പോൾ അവർ റെയിൽവേ ഗേറ്റിൽ ഇറങ്ങി നിന്നു. അപ്പോൾ ഒരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ടുപോകേണ്ട രീതിയിലല്ല അവരെ കൊണ്ടുപോകുന്നു പറഞ്ഞ് മാധ്യമങ്ങൾ അപ്പം തന്നെ പ്രചരിപ്പിച്ചു. അവിടെയുണ്ട്, രണ്ട് ഭാഗത്തുണ്ട്. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വഴിയൊരുക്കിയത് ഈ മാധ്യമങ്ങളാണ്. മനസ്സിലായല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർക്കുകയും അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ആ ഭരണാധികാരിയോട് തന്നെ പിന്നീട് വന്ന ഭരണകൂടം മോശമായി പെരുമാറിയപ്പം അതിനെതിരെ പ്രതികരിച്ചതും മാധ്യമങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ, നമ്മുടെ പൊളിറ്റിക് കൺട്രോൾ ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതിപ്പോഴും ചെലുത്തുന്നുണ്ട്.
അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇത്ര ശക്തമായിരുന്നില്ല. പലതും ദൂരദർശനം അല്ലാതെ അന്ന് മാധ്യമം വേറെ ഇല്ലല്ലോ. ദൃശ്യമാധ്യമം 75-77 കാലഘട്ടമല്ലേ ഇത്, 76-77 കാലഘട്ടങ്ങൾ. അന്ന് പക്ഷേ പ്രിന്റ് മാധ്യമങ്ങൾ വളരെ ശക്തമായി പ്രതികരിച്ചിരുന്നു രണ്ടിനെ. അപ്പോൾ മാധ്യമങ്ങൾ അംഗീകരിക്കണം. അത് അപകടം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. എത്രയോ മാധ്യമശാലകൾ അന്ന് അടച്ചുപൂട്ടപ്പെട്ടു പോയി എന്നറിയാം. ഇപ്പം എല്ലാ സംസ്ഥാനത്തും ഈ ഏകാധിപത്യ പ്രവണത വരുമ്പോൾ അതിനെ പ്രതികരിക്കുന്നത് മാധ്യമങ്ങളാണ്. ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് അതിനെ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ഒറ്റപ്പെട്ട വ്യക്തികൾ പ്രതികരിച്ചാൽ അവർ തുറുങ്കിലാവും. ഇപ്പോൾ ഒരു തെലുങ്ക് കവിയെ എത്രയോ കാലം തുറുങ്കിലടച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ പല കാരണങ്ങളാൽ വ്യക്തികളെ തുറുങ്കിലാക്കാൻ പറ്റും. പക്ഷെ മാധ്യമങ്ങൾ കൂട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഏകാധിപത്യത്തിനും. എന്തുകൊണ്ടാണ് ഇപ്പം ജർമ്മനിയിൽ ഹിറ്റ്ലർ അല്ലെങ്കിൽ ഇറ്റലിയിൽ മുസോളിനിയൊക്കെ ഏകാധിപതികളായി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടുത്തെ ചില വികാരങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അത് അത്ര എളുപ്പമല്ല. കാരണം ഇന്ത്യയിൽ ഏകോപിത വികാരങ്ങളില്ല. ഉള്ളത് തന്നെ ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട ഒരുപക്ഷെ കുറച്ചൊക്കെ വർക്ക് ചെയ്തേക്കാം. പക്ഷേ എന്നാലും അത് കേരളം പോലുള്ള പല സംസ്ഥാനങ്ങളും അത് വർക്കബിൾ അല്ല. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ അക്കാര്യത്തിൽ വളരെ അലേർട്ടാണ്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ശോഭനമായ ഒരു ഭാവിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം കാത്തു സംരക്ഷിക്കുന്നതിൽ, ഇന്ത്യയിലെ പൗരസ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുന്നതിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അതിന് നല്ല കുറേ മാധ്യമപ്രവർത്തകരോട് നമ്മൾ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും ആ മൈനോറിറ്റിയും ശബ്ദമുയർത്തുന്നുണ്ട്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല വാർത്തകളും നല്ല മാധ്യമപ്രവർത്തകരും നമ്മളിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഈ ഒരു ഫേക്ക് ന്യൂസിൻ്റെ സമയമാണല്ലോ. നമുക്ക് ശരിക്കും ഒരു ന്യൂസ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും വളരെ അലേർട്ടായിട്ട് വേണം നമ്മളത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഡബിൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു മെസ്സേജ് നോട്ടിൽ നമുക്ക് എൻഡ് ചെയ്താലോ സാർ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്? തീർച്ചയായിട്ടും. അതിൽ എനിക്ക് തോന്നിയൊരു പോയിന്റ്, ഈ ഫേക്ക് ന്യൂസും പെയ്ഡ് ന്യൂസും ഇത് തിരിച്ചറിയാൻ ഈവൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടി കഴിയില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഒരിക്കൽ ഒരു പരസ്യം ബാൻ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പരസ്യം വരുമ്പോൾ ടി വിയിലെ പരസ്യം വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് അതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇത് ഞാൻ മുമ്പ് വായിച്ചു കേട്ടതാണ്. ആ സൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സൗണ്ട് ഒരു എൻഡൈസിങ് സൗണ്ടാണ്. ആ സൗണ്ട് നമ്മുടെ ചെവി കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ആകർഷണം തോന്നും. അപ്പോൾ ഈ പരസ്യം വരുമ്പോൾ ഈ സൗണ്ട് വെച്ചിട്ട് നമ്മളെ അറിയാതെ അതിലേക്ക് ആകർഷിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോകൾ എന്തിനാണ് ഈ പരസ്യത്തിൽ കൂടെ ആകർഷിക്കാനാണ്. എന്നാൽ ഇത് മറ്റൊരു വഴിയിലാണ്. ഇത് ഈ പരസ്യം മാധ്യമത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ആകർഷിക്കാൻ പറ്റുന്ന വേവ് ലെങ്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ഒരു പ്രത്യേക ശബ്ദം ഈ പരസ്യത്തിനൊപ്പം വരികയാണ്. അപ്പോൾ നമ്മളറിയാതെ അതിൽ ആകൃഷ്ടരായി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ പരസ്യങ്ങളിലുണ്ട്. അതിന് തന്നെ തുല്യമാണ് ഈ പെയ്ഡ് ന്യൂസ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഫേക്ക് ന്യൂസ്, പെയ്ഡ് ന്യൂസ്, ഇതൊക്കെ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതിന് ഇപ്പോൾ കുറേയൊക്കെ ആളുകൾക്ക്, അപ്പോൾ ഞാൻ എനിക്കറിയാവുന്നവരോട് പലപ്പോഴും പറയാറുള്ള ഒരു വാർത്ത ഒരിടത്ത് കണ്ടാൽ അതിനെ വിശ്വസിക്കരുത്. അത് വേറൊരിടത്തോടെ ക്രോസ് ചെക്ക് ചെയ്യണം. ആ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണെന്നറിയാമോ, ഇപ്പോൾ ചാനൽ ഞാൻ കാണുമ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ചാനലും കാണും, കൈരളി ചാനലും കാണും. ഏഷ്യാനെറ്റിൽ പറയുന്നതൊക്കെ ഒരു പാർട്ടിക്ക് എതിരാണെങ്കിൽ കൈരളി പറയുന്നതൊക്കെ അതിന് അനുകൂലമായിരിക്കും. ഇത് രണ്ടും കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിലെ സത്യം എന്താണെന്ന്. കൃത്യമായിട്ടുള്ള അജണ്ട എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒന്നിന് അഡിക്റ്റായി പോരുത്. അത് പലപ്പോഴും എനിക്ക് തോന്നാറുള്ള എൻ്റെ സുഹൃത്തുക്കൾ ദേശാഭിമാനി മാത്രം വായിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മനോരമയും കൂടെ വായിക്കണം. ദേശാഭിമാനി വായിക്കണം, പക്ഷേ മനോരമയും വായിക്കണം. കാരണം അത് രണ്ട് ആംഗിളിൽ. അപ്പോൾ ഒന്നിനകത്ത് പൂർണ്ണമായിട്ട് ഒന്നിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും, മറ്റേതിൽ തിരിച്ചും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള. പക്ഷേ ഇത് രണ്ടെണ്ണം വായിച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ചില സത്യത്തിൻ്റെ അംശങ്ങൾ നമ്മൾ അറിയാതെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഫേക്ക് ന്യൂസും പെയ്ഡ് ന്യൂസും, ഇപ്പം ഞാൻ ചില പത്രങ്ങൾക്കെതിരെ മുമ്പ്, ഇപ്പോഴല്ല, ഞാൻ കുറച്ചു കാലം രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എനിക്കെതിരെ വന്ന ചില വാർത്തകളുടെ പേരിൽ ഞാൻ പ്രസ് കൗൺസിലിനൊക്കെ പരാതി അയച്ചിട്ടുണ്ട്. പത്രങ്ങൾക്കെതിരെ ചില പത്രങ്ങൾ എനിക്ക് അപ്പോളജിയൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് അന്ന് കാലത്ത്. അപ്പോഴെനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ വാർത്ത പരിശോധിക്കുക പോലും ചെയ്യാതെ അങ്ങ് കൊടുക്കുകയാണ് അവർ. അതുകൊണ്ടാണല്ലോ ഈ പിന്നീട് അവർ മാപ്പ് പറയേണ്ടി വരുന്നത്. പല പത്രങ്ങളും അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടി വി ചാനൽ അനിയന്ത്രിതമായിട്ട്, കാരണം ടി വി ചാനലിന് ഇപ്പോഴും ഒരു പ്രോപ്പർ കൺട്രോൾ സിസ്റ്റം ഇല്ല എന്നുള്ളത്. കോടതി പോയി കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും അത് സംബന്ധിച്ചൊക്കെ വിധി വരാൻ. അതുകൊണ്ടാണ് ഈ ടി വി ചാനൽ ഒരു നല്ല
ഒരു എത്തിക്കൽ കൺട്രോൾ ഉള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ ഈ ഫേക്ക് ന്യൂസും പെയ്ഡ് ന്യൂസും ഒക്കെ കുറേയൊക്കെ കുറയും. അതെ, എന്തായാലും അത് വരുന്നത് വരെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക, ട്രിപ്പിൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മാധ്യമങ്ങളെക്കുറിച്ച്, മലയാളത്തിലെ മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് സംസാരിച്ചത്. ഏവർക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാദേവൻ പിള്ള സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം വൈൻഡപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.